ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സിംഗിൾ പോട്ടിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മധുരത്തിൽ തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നേന്ത്രപ്പഴം കൊണ്ടുള്ള പായസമാണ്, പഴപ്രഥമൻ. പേര് കേട്ടിട്ട് ആരും പേടിക്കേണ്ട, വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. ഷാൽ വി മൂവ് ടു ദ കിച്ചൺ? പഴപ്രഥമൻ തയ്യാറാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത നേന്ത്രക്കായാണ്, അത് 1 കിലോ. പിന്നെ 1/2 കിലോ ശർക്കര കൂടി എടുത്തു. ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് ഉരുക്കാൻ വെച്ചു. ഇനി ഒരു ഉരുളിയിലോട്ട് നമുക്ക് ആദ്യം തേങ്ങാക്കൊത്തും കാഷ്നട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് ഞാൻ തേങ്ങാക്കൊത്താണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ലൈറ്റായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴേക്കും നമുക്ക് കാഷ്നട്ട് കൂടി ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമുക്ക് അതെല്ലാം കോരി മാറ്റാം. ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കര ഉരുകി വന്നു. ഇനി നമുക്കത് തീ ഓഫ് ചെയ്യാം. ഇനി ഈ സെയിം ഉരുളിയിലോട്ട് ഞാൻ നേന്ത്രപ്പഴം സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വഴറ്റാം. എന്നിട്ട് ഒരു കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുകൊണ്ടോ. ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അത് ഉടയ്ക്കാനായിട്ട്. ഇത് കണ്ടോ, നല്ല പേസ്റ്റ് പോലെ ഉടഞ്ഞ് കിട്ടി. ഇനി ഇത് ഞാൻ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണ്. ഈ പഴം നല്ലോണം വെന്ത് വരണം കേട്ടോ പായസത്തിന്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്ത് കഴിഞ്ഞു പഴം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്തെങ്കിലും കട്ടയുണ്ടോ എന്നും ചെക്ക് ചെയ്യാണ് നല്ലോണം. ഇത് ഉടയ്ക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. കട്ട പാടില്ല നമ്മുടെ പായസത്തിൽ. ഇതുപോലെ അടിച്ച്, ചിലരിത് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിലും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇനി നമുക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ പകുതിയാണ് ഈ സമയത്ത് ഒഴിക്കുന്നത്, മുഴുവൻ ഒഴിക്കുന്നില്ല. അതൊന്ന് യോജിപ്പിക്കുക നല്ലവണ്ണം. അത് വരട്ടിയെടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഒഴിച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. 2 പ്രാവശ്യമായിട്ട് ഇത് ഒഴിക്കാം. ഇനി ഈ ശർക്കര നീരിൽ ഈ പഴം കിടന്ന് വരണം. അതാണ് ഈ പായസത്തിൻ്റെ പ്രത്യേകത. അതിന് മാത്രമാണ് നമുക്ക് കുറച്ച് സമയം എടുക്കുക. ഇത് ഈ നീര് വറ്റി വരണം. അതുവരെ നമുക്ക് ഇനി ഹൈ ഫ്ലെയിമിലോട്ട് ഞാൻ മാറ്റി. ഇനി നമ്മൾ ഇളക്കി ഇതുകൊണ്ടോ ഇപ്പോൾ നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. ഉരുളി നല്ല വിട്ട് പോരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ഇനി ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വരണ്ട് വരികയാണിപ്പോൾ. പാകമായി കഴിഞ്ഞു. ഇനി ഈ സമയത്ത് 2.5 തേങ്ങയുടെ പാല് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. 2ാം പാല് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതായത് ഇത് 4 കപ്പ് 2ാം പാലുണ്ട്. അത് ഞാൻ പകുതിയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 2 കപ്പ് ഇപ്പോൾ ഒഴിച്ചു. അതൊന്ന് നല്ലവണ്ണം യോജിപ്പിക്കുക. ആദ്യം അതൊന്ന് യോജിച്ച് ഒന്ന് തിള വന്ന ശേഷം മാത്രമാണ് അടുത്ത പകുതി ഒഴിക്കുക. അപ്പോൾ തിള വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള 2ാം പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. പാല് ചൂടുവെള്ളത്തിൽ അടിച്ചാൽ നല്ല കട്ടിപ്പാല് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. തിളച്ച വെള്ളം എടുത്ത് ഒഴിക്കരുത് മിക്സിയിൽ. ഒന്ന് ആറിയ ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നല്ല കൊഴുത്ത പാല് ഇതുപോലെ അടിച്ചെടുക്കാൻ സാധിക്കും. ഇതുകൂടി ഒന്ന് പായസത്തിൽ കിടന്ന് തിളയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ 1ാം പാല്, അത് കണ്ടോ, അതിൻ്റെ കട്ടി കണ്ടാൽ അറിയാം നമുക്ക് 2 കപ്പാണ് 1ാം പാല് എടുത്തിരുന്നത്. അതുകൂടി ഒഴിച്ച് തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ പായസം ആറുമ്പോൾ ഒന്നുകൂടി തിക്കാവും കേട്ടോ. ഇനി നമുക്ക് ഏലക്കായ ഒന്ന് പൊടിച്ച് ഇതിലിടണം. അതിന് കൽക്കണ്ടം ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. 8 ഏലക്കായാണ് എടുത്തത്. ഏലക്ക കൂടരുത്, നേന്ത്രപ്പഴത്തിൻ്റെ ഫ്ലേവർ മാറിപ്പോവും. കുറച്ച് ഏലക്ക മാത്രം മതി. അതായത് 6 8 ഏലക്ക ഇതുപോലെ പൊടിച്ചിടാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്നട്ട് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ പഴപ്രഥമൻ തയ്യാറായി കഴിഞ്ഞു. ഓണത്തിനെന്താ, പഴപ്രഥമനല്ലേ എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനിയും രുചികരമായ വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.